കണ്ണൂരിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെ പോലെ തന്നെ തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കും അതിനകത്ത് പങ്കുണ്ട്. ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തം ആ പാർട്ടി. ഇപ്പം ഞാനിപ്പോൾ താങ്കൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് അപ്പുറത്ത് ചോദിക്കാം. ഭരിക്കുന്ന പാർട്ടി ആ ഉത്തരവാദിത്തം എന്തുമാത്രം നിറവേറ്റുന്നുണ്ട്? ഈ സമീപ ദിവസങ്ങളിൽ പൊട്ടിയ ബോംബുകളും കൊല്ലപ്പെട്ട ആളുകളും പിടിക്കപ്പെട്ട ആളുകളും ഒക്കെ ഭരിക്കുന്ന പാർട്ടി ആളുകളാണെന്നിരിക്കെ എന്ത് റെസ്പോൺസിബിലിറ്റി ഭരിക്കുന്ന പാർട്ടി കാണിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവരാണ് ആഭ്യന്തര കാര്യങ്ങൾ പരിപൂർണമായിട്ട് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടത്. അല്ല, അതാണ് സംഭവിച്ചത്. എന്റെ ചോദ്യം, ഒരു പാർട്ടി, ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഒരു പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തത്തിൽ CPM എന്ന ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ CPM എന്ന് പറയുമ്പോൾ CPM-നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം അത് CPM തന്നെയാണ് കേരളം ഭരിക്കുന്നതും ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതും. തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുടർന്നുണ്ടാകാതിരിക്കാനും ഇന്നലെ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാനുമുള്ള ഉത്തരവാദിത്വം ഭരണകക്ഷി എന്നുള്ളതിൽ അവർക്ക് അധിക ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഒരു കക്ഷി, ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോടെ പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അത് CPM വിചാരിക്കണം ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കോൺഗ്രസ്സുകാർ വിചാരിക്കണം ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, RSSകാർ ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിചാരിക്കണമല്ലോ. അതിൽ CPM എത്ര വിചാരിക്കുന്നുണ്ട് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും? അവിടുത്തെ ഒരു രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. അവിടെ ഈ മൂന്ന് മുന്നണി, അവിടെ കേരളത്തിലുള്ളത് 3 മുന്നണിയാണ്. ഈ 3 മുന്നണിയും പ്രധാനപ്പെട്ട 3 പാർട്ടി കോൺഗ്രസും CPM-ഉം BJP അല്ലെങ്കിൽ RSS, ഇവർ 3 പേരും അവിടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയോ ആക്രമിക്കുന്നതിന് വേണ്ടിയോ പലരും പറയുന്നത് എന്താ, ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി അവർ ആയുധം കൈ വെക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു വടി കൈവെക്കുന്നത് കാണുന്ന എല്ലാത്തിനും ഉപദ്രവിക്കാനോ കാണുന്ന പട്ടികളെ എല്ലാം അടിക്കാനോ അല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നൊരു പട്ടി അടിക്കാൻ വേണ്ടി നമ്മൾ കയ്യിലൊരു വടി വെക്കും. ആ രീതിയിൽ വടി കൊണ്ട് നടക്കുന്നുണ്ട്. അവര് നമുക്ക് തെറ്റു പറയാൻ തീർച്ചയായിട്ടും കണ്ണൂരിൽ എപ്പോഴും സംഘർഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സംഘർഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതിനൊരു മുൻകരുതൽ എടുക്കും. പ്രതിരോധം എന്ന വാക്കും ബോംബ് എങ്ങനെയാ ചേരുക എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ബോംബ് അല്ല, അതെങ്ങനെ താങ്കൾ ആ ഒരു വാദമുഖം താങ്കൾ എടുക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? അത് നമ്മൾ പിന്തുണയ്ക്കാൻ പാടില്ലാത്ത വാദമുഖമാണല്ലോ. ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ത് കാര്യത്തിന്റെ പേരിലായാലും, അതല്ലേ നമ്മൾ തീർച്ചയായിട്ടുമാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ബോംബല്ല ഒരു ആയുധങ്ങളും മറ്റാൾക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരിക്കലും അക്രമം ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല. താൽക്കാലികമായിട്ടൊരു വിജയം ഉണ്ടാവുമെങ്കിലും അതൊരിക്കലും ശാശ്വതമായ വിജയം ഒരു പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്ക് നൽകില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ഒരു അല്പസമയത്തേക്ക് എതിരാളിയുടെ നേരെ നമുക്കൊരു വിജയം ഉണ്ടായി എന്ന് മനസ്സിലൊന്ന് ആശ്വസിക്കാന്നുള്ളതല്ലാതെ അത് ആത്യന്തികമായിട്ട് ആര് ആയുധം കൈയാളുന്നോ ചരിത്രമെല്ലാം കാണിക്കുന്നത് അവർക്കെല്ലാം പരാജയമുണ്ടായിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയമായാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, ആയുധ രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാ ജനതയും വളരെ കൂടുതൽ പ്രബുദ്ധരാണ്. അതിലുപരി നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ, ഒളിച്ചിരിക്കുന്ന എല്ലാം ഒപ്പിയെടുക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ മാധ്യമങ്ങൾ നമുക്ക്